നല്ല ഇൻട്രോ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഓരോ ട്രോളും ഓരോ മെഡലാണ്. ഒരു കാളവണ്ടിക്ക് ട്രിവാൻഡ്രത്ത് ഇവിടെയാണോ പൊള്ളാച്ചിന്ന് ഇവിടെയാണോ കൊണ്ടുപോകണമെന്ന് പോലും എളുപ്പം എനിക്കറിയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഫോൺ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ കുറേ സംസാരിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവിടെ പോകണം, പക്ഷെ ഞാനൊന്നും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു അതെ, ഞാൻ എഴുതി കാണിച്ചുതരാം. അപ്പൊ എവിടെ പോയാലും നമുക്കും പറയാം മലയാളിയുടെ. ഞാൻ ഈ മഞ്ഞുമ്മൽ ബോയ്സ് ഒക്കെ ഫുൾ തമിഴന്മാരുടെ ഇടയിൽ നിന്നാണ് കാണുന്നത്. സൗബിനൊക്കെ വരുമ്പോൾ ഫുൾ കയ്യടിയാണ്. ഇതൊക്കെ ഞാൻ ആദ്യം കാണുക. എൻ്റെ ഫ്രണ്ടിലുള്ള പയ്യന്മാരുണ്ടായിരുന്നു, എന്തെങ്കിലും ഡയലോഗ് മനസ്സിലായില്ലെങ്കിൽ ഡേ എന്നടാ சொல்றான் പറയുമ്പോൾ ഇവൻ പറഞ്ഞു കൊടുക്കും. ചിരിക്കാണ്. ആ ചോദ്യം വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു അവസാനം ഒരു കോനസ്റ്റ് എൻ്റെ വായിന്ന് വരുന്നു. അല്ല, നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വേറെ രീതിയിലായിരിക്കും. ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. നാളെ ഒരുത്തം വരുന്നുണ്ട്, റോഷൻ ആൻഡ്രൂസ് എന്തോണ് പേര്. അവൻ ഡിസംബറിലെ അതിഥി എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടീനെ വെച്ച് എന്തോ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താവും അറിയില്ല. പക്ഷെ കഥ കേട്ടോന്ന് ചോദിച്ചു. കേട്ടോ, അവൻ കൊള്ളാം. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഓരോ ട്രോളും ഓരോ മെഡലാണ്. തമിഴിൽ ഒരു കാലത്ത് ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഒരാൾ ഇപ്പം നമുക്കറിയാം മത്സരവാക്കത്ത് വാടക വീട്ടിൽ ചെറിയൊരു സ്പേസിൽ ഇങ്ങനെ ഒതുങ്ങി കൂടി താമസിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരുപാട് ഞാൻ വിളിച്ച് തീർത്തു. നല്ല ക്ലോസിംഗ് ആയിരുന്നു. സാധാരണ നമ്മൾ മലയാളത്തിൽ പറയാണ്ട് കൂട്ടുകെട്ടുകളാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. പക്ഷെ കൂട്ടുകെട്ടുകൾ കൊണ്ട് രക്ഷപ്പെട്ട രണ്ടുപേരാണ് നിങ്ങൾ. നല്ല ഇൻട്രോ. അങ്ങനെ വീണ്ടും കൂട്ടുകെട്ടില് വർഷങ്ങൾക്ക് ശേഷം ഒരു പടം വരികയാണ്. വണ്ടി പിടിച്ച് വന്നതല്ല. കൊള്ളാടാ. അല്ല, ഞാൻ നിങ്ങൾ എന്തിനോട് എന്താ ചോദിക്കാം. നല്ലതാ. അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതെ, മതി. ഈ റൂട്ടിൽ തന്നെ പോയാൽ മതി. ഇത് ഈ വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. ഇറങ്ങുന്ന സിനിമകൾ എല്ലാം നമുക്ക് അതിവിദൂരം എന്ന് കണ്ടിരുന്ന 100 കോടി 50 കോടി എന്ന് പറയുന്ന സംഖ്യകളിലേക്ക് വളരെ ഈസി ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്താണ് വർഷങ്ങൾക്ക് ശേഷം റിലീസ് ആവാൻ വേണ്ടി വിഷുവിന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ട്രെയിലർ ഇറങ്ങിയപ്പോൾ പർപ്പസ്ഫുള്ളി എനിക്ക് തോന്നിയ ഒരു തോന്നലാവും, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം, ഒരു ഹൈപ്പ് നിങ്ങൾ പർപ്പസ്ഫുള്ളി കുറച്ചതുപോലെ എനിക്ക് തോന്നി. കാരണം അത്രയും വലിയ സ്റ്റാർ കാസ്റ്റുള്ള, അത്രയും പാട്ടുകളുള്ള, അത്രയും രസകരമായ ഗിമിക്സുകളുള്ള ഒരു സിനിമയുടെ ട്രെയിലർ നിങ്ങൾ വളരെ സ്ലോ പേസിൽ കട്ട് ചെയ്ത് തൽക്കാലം ഇത് വെയ് എന്ന രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം സംവിധായകൻ എടുത്തത്? സിനിമയ്ക്ക് ട്രൂ ടു ദ സിനിമ എന്ന് പറയുന്ന പോലത്തെ ഒരു ട്രെയിലർ പോയാൽ മതി. അതിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഒരു ഓവർ ഹൈപ്പ് ചെയ്ത് ഒരു സാധനം ഇറക്കിയിട്ട് പിന്നെ തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർക്ക് അത് കിട്ടാണ്ട് ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവണ്ട എന്ന് വെച്ചിട്ടാണ്. പിന്നെ കുറേ സാധനങ്ങൾ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതിലുള്ള ഇന്നലെ എൻ്റെ അടുത്ത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളുണ്ടല്ലോ. അപ്പോൾ രതീഷിൻ്റെ പടത്തിൽ ഞാനൊരു പാട്ട് പാടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രതീഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, ട്രെയിലർ ഇത് കണ്ടു, നല്ല രസമായിട്ടുണ്ട്. അതല്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു അതും കൂടിയാണ്. അതാണ്, ട്രെയിലറിലുള്ളതൊക്കെ സിനിമയിലുണ്ട്, ട്രെയിലറിലുള്ളത് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ശരിക്കും അല്ല. സാധാരണ ഒരു പ്രൊഡ്യൂസറുടെ ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പടം ട്രെയിലർ കയറ്റി ഒരു മാസ് ഓഡിയൻസിനെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് കയറ്റി മാക്സിമം പൈസ കളക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ സിനിമ ഒരു ചിന്തിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു തീരുമാനം എടുക്കാൻ സംവിധായകൻ നിർബന്ധിച്ചുകൊണ്ടാണോ? ഇല്ലല്ല, കാരണം ഞാനൊരു എക്സിബിറ്ററും കൂടെ ആയതുകൊണ്ട് എനിക്ക് നമ്മളിപ്പോൾ ഓവർ ഹൈപ്പായിട്ട് പടം ചെയ്താലും പടം കൊള്ളാമെങ്കിൽ മാത്രമായിരിക്കും ഇത് ഒരു ദിവസത്തേക്ക് ഒരു കളക്ഷൻ കാണും, അന്നത്തെ ഒരു പ്രീ ബുക്കിംഗ് സ്റ്റേറ്റസ് എല്ലാം കാണും. പക്ഷെ പടം മോശമാണെങ്കിൽ അടുത്ത ദിവസത്തെ ആള് കാണത്തില്ല. അപ്പം നമ്മൾ ഓവർ ഹൈപ്പും ഓവർ എക്സ്പെക്ടേഷനും കൊടുത്തിട്ട് ചിലപ്പം അങ്ങനത്തെ സിനിമ അല്ല ഞങ്ങൾ വിചാരിച്ചെന്ന് പറഞ്ഞ വരുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ തിയേറ്ററിൽ പോകുമ്പോൾ ഒരു പടം കണ്ടിട്ട് കൊള്ളാന്ന് പറഞ്ഞാണ് ഏറ്റവും സേഫ് സോണാണ് ഞാനും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ വിനീത് ഇതേപോലെ ടീസറും ട്രെയിലറും എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തന്നെ ഇത് വിട്ടത്. അപ്പൊ ഞാനും പറയും ഇതാണ് കറക്റ്റ്. ടീസർ വിട്ടപ്പോ ഭയങ്കരമായിട്ട് അത് ഭയങ്കര ഒരു സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞു വിശാഖെ ട്രെയിലർ നമുക്ക് വേറെ രീതിയിൽ പിടിച്ചാലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിശാഖിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ വിശാഖ് പറഞ്ഞു ഇത് വിട്ടാൽ മതി. ശരിക്കും പ്രോഡക്റ്റുള്ള കോൺഫിഡൻസ് കുറവാണോ? എന്റെ ദൈവമേ, അങ്ങനെയാണോ വിചാരിക്കുന്നത്?
അങ്ങനെയും പറയാം. പോരെ? അങ്ങനെയൊന്നും പറയരുത്. എത്രയോ പേര് വെയിറ്റ് ചെയ്യാന്നറിയാം നിങ്ങളുടെ ഒരു കോംബോയില്. അല്ല, നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വേറെ രീതിയിലായിരിക്കും. ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പേടിച്ചിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കല്ലേ. ഒന്നും പറയാത്തത് നല്ലത് വിജയ്. ആൾക്കാർ വന്ന് പടം കാണട്ടെ, പടം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആൾക്കാർ ബാക്കി പറഞ്ഞോളൂ. ഇത് ഇനി എനിക്ക് തോന്നുന്നു ധ്യാനെ പടത്തിന്റെ പ്രൊമോഷന് ഇറക്കാനുള്ള പ്രധാന കാരണം അത് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല, ധ്യാനം വരുമായിരിക്കും. നമ്മൾ വേറെ ഇപ്പോൾ ചില ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർ അവരുടെ ഫസ്റ്റ് ചോദിക്കുന്നത് ക്യാരക്ടർ എന്താന്നുള്ളതാണല്ലോ. അത് പറഞ്ഞാൽ അതിലാണ് ഒരു സർപ്രൈസ് ഉള്ളത്. അത് അവർക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പം നിവിൻ്റെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ നിവിൻ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ പോസ്റ്റ് റിലീസ് വരാം, കാരണം പ്രീ റിലീസ് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അതിൻ്റെ എലമെൻസ് ഒക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ ധ്യാനെ പിന്നെ ധ്യാനില്ലാതെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അപ്പം ധ്യാനോട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഫോൺ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ കുറേ സംസാരിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവിടെ പോകണം, പക്ഷെ ഞാനൊന്നും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു അതെ. പിന്നെ എന്തിന് പിന്നെ വേറെ കഥകളൊക്കെ ആയിട്ട് വരേണ്ടി വരും. വേറെ ആരെങ്കിലൊക്കെ അപമാനിച്ച് ചിലപ്പോൾ എന്നെ ആയിരിക്കും. എന്നാലും സാരമില്ല, പടത്തിന്റെ കഥ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ പറഞ്ഞാലും പടത്തിന്റെ കഥ പറയരുത്. അതെ, അത് പറഞ്ഞപ്പോഴാ ഇവർ രണ്ടുപേരും രണ്ട് രീതി, ഈ പറഞ്ഞ അച്ഛനാണെങ്കിലും ധ്യാനാണെങ്കിലും അവരുടേതായ ഒരു ശൈലിയും രീതിയും ഒക്കെ ഉള്ളവരാണ്. അദ്ദേഹം ലാസ്റ്റ് കൊടുത്ത ഇന്റർവ്യൂവിലും പല കാര്യങ്ങളും പറയും, കുറെ വൈറലാവുകയും ചെയ്തു. അതിന് പാരലി അദ്ദേഹം ഒരു വലിയ ഈവന്റില്, മാധവയുടെ ഈവന്റിൽ ഇരുന്ന് അതിനും മറുപടി കൊടുത്ത്. ഇത് രണ്ടുകൂടെ കാണുമ്പോൾ ശരിക്കും വിനീതൻ എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്കെന്തായിരിക്കും ഫീൽ ഒരു സാധാരണക്കാരനല്ലേ അറിയാനുള്ള വർഷങ്ങളായിട്ട് കാണുന്നത് വെച്ച് വിജയ്ക്ക് എനിക്കെന്ത് ഫീൽ ചെയ്യുന്നു വിജയ്ക്ക് തോന്നുന്നു. അങ്ങ് കടിച്ചമർത്തിയിരിക്കാനോ? കടിച്ചമർത്തിയിട്ടൊന്നുമില്ല, അത് ആ വഴിക്ക് പോട്ടെ എന്നുള്ളതേ ഉള്ളൂ. ഒരു പ്രശ്നമാക്കുന്നേ ഇല്ല. ഞാൻ മദ്രാസിലാണ്, എനിക്ക് സമാധാനമുണ്ട്, അത് മതി. ഇനിയിപ്പോ ഇതൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോ അവര് തമിഴിൽ ചിലപ്പോൾ ഇന്റർവ്യൂ കൊടുത്തു തുടങ്ങേണ്ടി വരും. തമിഴിൽ ഓൾറെഡി ഇപ്പൊ മലയാളം പടങ്ങളൊക്കെ തമിഴിൽ ഓൾറെഡി. ഞാൻ തമിഴിൽ ഇപ്പൊ ഓൾറെഡി 3 ഇന്റർവ്യൂ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നത്. അല്ല, ഈ പടം ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ തമിഴിൽ പോയി ഇന്റർവ്യൂ കൊടുക്കും. അവിടെ ഞാൻ പോപ്പുലർ ആവുന്നതിന് മുമ്പേ നാണക്കെടാവും. ഒന്നാളറിഞ്ഞിട്ട് നാണം കെട്ടാലും സാരമില്ല, ഇത് അതിനു മുമ്പേ. ലവന്റെ ചേട്ടനല്ലേ നീ നമ്മൾ സിനിമയിലേക്ക് വന്നാൽ, ഈ പീരിയോഡിക് സിനിമകൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഇപ്പം KGF എന്ന് പറയുന്നത് പീരിയോഡിക് കമ്പയർ ചെയ്യല്ല, KGF ഞാൻ പറഞ്ഞപ്പോ എന്താ ഇത്. അതുപോലുള്ള സിനിമകൾ എഴുതുമ്പോൾ ഡയലോഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കഥയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 70-കളിലെ 80-കളിലെ കഥ എഴുതുന്ന സമയത്ത് ആ സമയത്തെ തമാശകൾ നമ്മൾ എഴുതി വരുമ്പോൾ അതിനോട് നീതി പുലർത്തിയേ പറ്റൂ ആ കാലഘട്ടം പറയുമ്പോൾ. അപ്പോൾ ആ തമാശകൾ എത്രത്തോളം ഈ കാലഘട്ടത്തിൽ വർക്കാവും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ അതിന് എടുക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടോ എഴുത്തുകാരൻ എന്ന നിലയിൽ? കുറേ ഇപ്പം സിനിമ നമ്മൾ ഓൾറെഡി കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള, അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിയാക്ഷൻ വെച്ച് നമ്മൾ പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ലത് സംഭവിക്കട്ടെ നമുക്ക്. അതെ, അവരെല്ലാം കാണുമ്പോൾ അവർക്ക് കുറേ സാധനങ്ങൾ അങ്ങനത്തെ വർക്കായിട്ടുണ്ട്. അപ്പോൾ ആ റിയാക്ഷൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്, അത് അങ്ങനെ തന്നെ റിസീവ് ചെയ്യാനാണ് സാധ്യത. അല്ല, ഞാൻ ആലോചിച്ചിട്ടാ പറയുന്നത്, ഓവർ ഹൈപ്പ് ആവരുത്. ഇതില് രാവിലെ എഴുന്നേറ്റപ്പോഴും ഇത് പറഞ്ഞോണ്ടായിരുന്നു, ഓവർ ഹൈപ്പ് ആവരുത്, കഥയിൽ നിന്നൊന്നും പുറത്തു പോകരുത്. അതെ, അതെ. ഇപ്പൊ തന്നെ 2 ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഞാൻ പറയരുതെന്ന് വിചാരിച്ച 1-2 സാധനം പറഞ്ഞു പോയി. അതാണ് എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ധ്യാനം നാളെ വരുമ്പോഴേക്കും സിനോപ്സിസ് പുറത്തു വരും. പ്രസ് റിലീസ് കൊടുക്കുന്ന പോലെ പടത്തിന് സ്ക്രിപ്റ്റ് കൊടുത്തു വിട്ട. അതെ, ഈ ആസ് എ പ്രൊഡ്യൂസർ ഇപ്പോൾ മലയാളത്തിലുള്ളതിൽ സാധാരണ പ്രൊഡ്യൂസർമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഏൽപ്പിക്കും, സിനിമ അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ തങ്ങളെ പോലുള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഇൻവോൾവ്മെൻ്റ് ആണ് ഒരു സിനിമയിൽ എന്ന് പറയുന്നത്. അത് A to Z വരെയുള്ള കാര്യങ്ങൾ, ഈവൻ ഇതാ ഇപ്പോൾ ഈ പ്രൊമോഷനിൽ വന്നിരിക്കുക എന്ന് പറയുന്നത് പോലും എന്തോ ആ സിനിമ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അതോ സംവിധായകന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ? ആ ചോദ്യം വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു അവസാനം ഒരു കോനിസ്റ്റ് എന്റെ വായിന്ന് വരുന്നത്. സംവിധാനം ഒരു 100% വിശ്വാസമുണ്ട്. പിന്നെ എനിക്ക് ഈ പ്രോസസ്സ് ഇഷ്ടമാണ്. ഞാനും ഒരു ഫിലിം ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട്
എനിക്ക് ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ അതിലൊരു എക്സൈറ്റ്മെന്റ് തോന്നിയ നമുക്ക് ഇതിൽ പാട്ടാവാൻ തോന്നും. ഇപ്പൊ വെറുതെ ഒരു പൈസ മാത്രം ഇട്ടിട്ട് എനിക്കൊരു ബിസിനസ് അല്ല എനിക്ക് ഫിലിം പ്രൊഡക്ഷൻ. എന്റെ ഗ്രാൻഡ് ഫാദർ തുടങ്ങിയ ഒരു കാര്യം എനിക്കൊരു നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ട്, ഒരു പാഷൻ അത്. ഇപ്പം വിനീത് ഇങ്ങനെ ഇപ്പം കഴിഞ്ഞ പടമാണെങ്കിലും കുറെ നമുക്ക് വർക്ക് ചെയ്യാനുണ്ട് ആ പടത്തില്, ഒന്നും ചെറിയ പടങ്ങളല്ല. അപ്പൊ ഇത് ആക്ച്വലി സ്റ്റോറി കഴിഞ്ഞ് ഞാൻ അന്നത്തെ ദിവസം രാത്രി ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല. ഒരു ദിവസം ഞാൻ വിനീത് വിളിച്ച് ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, കാരണം അടുക്കുന്നതോറും എനിക്ക് ടെൻഷനായി. ഞാനാണ് ഇത് ചെയ്യാൻ പോണേന്നുള്ള സംഭവം. പിന്നെ ഈ എല്ലാരും ചെയ്യുന്ന ഒരു ഹോംവർക്ക് ഉണ്ടല്ലോ പിള്ളേർ, ഞാൻ ഓരോന്നും ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് എല്ലാം പ്രീ പ്ലാൻ ചെയ്തൊരു ടീം ഫോം ചെയ്തു. കാരണം ഷൂട്ടിന് മുമ്പ് എല്ലാം ഇത് പ്ലാൻ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് പിന്നെ എന്റെ ഡൗട്ട്സ് എല്ലാം ഷൂട്ടിന് മുമ്പ് വിനീതിനെ ക്ലിയർ ചെയ്യും. അങ്ങനെ ക്ലിയർ ചെയ്യുന്നു പറയും, പക്ഷെ എനിക്ക് ഡൗട്ടുള്ള വീണ്ടും ഞാൻ രാത്രി റൂമിൽ പോയിട്ട് ഞാൻ ചോദിക്കാറുണ്ട് മൊത്തത്തില്. സോ അങ്ങനെ ഇൻവോൾവ് ആയെങ്കിൽ ഇപ്പം ഒരു എക്സാമ്പിൾ, ഇപ്പം എന്തെങ്കിലും ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചു, എനിക്ക് സ്റ്റോറി അറിയാം, എനിക്കിപ്പം ഷൂട്ടിൽ എന്തൊക്കെയാ നടന്നെന്ന് അറിയാം, ഒരു കാളവണ്ടിക്ക് ട്രാൻസ്ഫർന്ന് ഇവിടെയാണോ പൊള്ളാച്ചിന്ന് ഇവിടെയാണോ കൊണ്ടുപോകണമെന്ന് പോലും എളുപ്പം എനിക്കറിയാൻ പറ്റും. വിശാഖിന് ടു ദ ഡോട്ട് എന്തൊക്കെ എക്സ്പെൻസ് വരും, പ്ലൈവുഡിന് എത്രയാണ്, അതായത് അവൻ അങ്ങനെ അത് എല്ലാം പഠിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പൊ നാളെ ഒരു ഫോൺ കോള് ആർക്കും ഒരു കാളവണ്ടിക്കാർ ആരെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, കാളവണ്ടി ആവശ്യമുണ്ടോ, പശു കോഴി വണ്ടി വിളിച്ചാണല്ലോ വന്നത്, തിരിച്ചു പോകുമ്പോൾ. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഫോൺ നമ്പർ ഇപ്പൊ എന്നിട്ടുണ്ട്, കാളവണ്ടിക്കാരൻ കോളി. അപ്പൊ പക്ഷെ ഈ രസമാണ് ഈ പ്രോസസ്സ്. അപ്പൊ അവരായിട്ടിരുന്ന് സംസാരിക്കുന്നു, ബാർഗെയിൻ ചെയ്യും. അവസാനം അവരുടെ കാര്യത്തിൽ എന്റെ ഇത് കേൾക്കില്ല, അവരുടെ ഇത് കേൾക്കുമ്പോ ശരി വെച്ചോ തിരിച്ചു പറഞ്ഞിട്ട് കാളൊക്കെ ഓടിച്ചോണ്ട് പോകാൻ പറ്റും, സ്വന്തമായിട്ട് നടന്നു പോകാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ വിശാഖിന്റെ ടെൻഷനാണ്. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഏറ്റവും മനോഹരമായ ഓരോ ദിവസവും പുതിയ സാധനമാണ് നമ്മൾ ചെയ്യുന്നത്, അതും കുറേ സ്ഥലത്ത് ഷിഫ്റ്റ്. അതായത് ഒരു ദിവസം നമ്മൾ കോടമ്പാക്കം സ്ട്രീറ്റിൽ ഷൂട്ട് ചെയ്യുന്നു, വേറൊരു ദിവസം നമ്മൾ അന്നത്തെ കാലത്ത് അപ്പോൾ പിന്നെ വേറൊരു ദിവസം നമ്മൾ സ്റ്റുഡിയോ, അന്നത്തെ കാലത്ത് സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ട് അന്നത്തെ കാലത്തെ എക്യുപ്മെന്റ്സ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 40 വയലിനിസ്റ്റിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത്, അടുത്ത ദിവസം നമ്മൾ പോയിട്ട് അന്നത്തെ കാലത്ത് ഔട്ട്ഡോർ സോങ് ഷൂട്ടൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, അടുത്ത ദിവസം വേറൊരു പരിപാടി ഷൂട്ട് ചെയ്യുന്നു. എല്ലാം ഇങ്ങനത്തെ എക്സ്റ്റെൻസീവ് പരിപാടികൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു എനർജിയിലാണ് രാവിലെ എഴുന്നേറ്റ് വരുന്നത് എല്ലാവരും. ചില ദിവസം ഉറങ്ങാറുമില്ല. അണ്ടർടേക്കർ എണീക്കണ പോലെ രാവിലെ ഞാനും കൂടെ പോകാറുണ്ട് പല ദിവസം 5 മണിക്ക് രാവിലെ. അല്ല, നിങ്ങൾ ആ ഇൻവോൾവ് ചെയ്ത് ആ സൗഹൃദത്തിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഹൃദയം അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയതും ഈ സിനിമ പ്രതീക്ഷിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ ബാനറും ആ പേര് ഞാനതിനകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, ഈ വർഷങ്ങൾക്ക് ശേഷം ഒരു VS സിനിമ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. വർഷങ്ങൾക്ക് ശേഷം VS എന്ന് എഴുതാം, വിനീത് ശ്രീനിവാസൻ എന്ന് എഴുതാം, അദ്ദേഹത്തിന്റെ പേരാണെങ്കിലും ഒരു VS സിനിമ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സിനിമ. വിക്ടറി ആവട്ടെ സിനിമ. ഓ താങ്ക് യു. ഈ നമ്മള് ഈ ഒരുപാട് തീർത്തു നല്ല ക്ലോസിംഗ് ആയിരുന്നു. വേണം ഞാനിത് കെട്ടിയത് ലാസ്റ്റ്. ഈ നമ്മള് ഞാൻ ഞാൻ ശരിക്കും വിചാരിച്ചു തീർന്നത് ആദ്യം കുറച്ച് നാണം കെടുത്തി നിർത്തൂലല്ലേ, ഞാൻ വിചാരിച്ചത് കൊണ്ട് പോകും. നമ്മള് ഈ ഒരുപാട് കഥകൾ അന്വേഷിച്ചു അല്ലെങ്കിൽ ചോദിച്ചും പറഞ്ഞും ഒക്കെ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. 70-കളിലും 80-കളിലും കഥ എന്ന് പറയുന്നുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈലുണ്ട്. ഏറ്റവും ഹേർട്ട് ടച്ചിങ് ആയിട്ട് സിനിമയിൽ പറയാതെ പോയ ഏതെങ്കിലും കഥകളുണ്ടോ? കാരണം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ സ്റ്റോറി സംഭവബഹുലമാണ്, ഓരോ ദിവസവും ഓരോ മിനിറ്റും ഞാൻ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ പറയാതെ പോയ ഏതെങ്കിലും? പറയാതെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാരക്ടേഴ്സിന്റെ ജേർണിയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ കോടമ്പാക്കത്തൊക്കെ പോയിട്ട് പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പൊ വന്നപ്പോ ഒരു കഥ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവില്ലേ? അത് അങ്ങനെ ഏതെങ്കിലും കഥ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ എന്നാ ചോദിച്ചത്. കുറേ ആളുകളുടെ സ്റ്റോറീസ് ഉണ്ട്, അതായത് എല്ലാം ഉണ്ടായിട്ട് ബാക്കി അവസാനം എല്ലാം കളഞ്ഞ്. ഇപ്പോൾ ആളുകളുടെ പേരെടുത്ത് പറയാൻ എനിക്ക് മടിയുള്ളത് കൊണ്ടാണ്. തമിഴിൽ ഒരു കാലത്ത് ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഒരാൾ ഇപ്പം നമുക്കറിയാം മത്സരവാക്കത്ത് വാടക വീട്ടിൽ ചെറിയൊരു സ്പേസിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി താമസിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓഫ് ദ റെക്കോർഡ് ഞാൻ പേര് പറയാം. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് 365 ദിവസമൊക്കെ നിർത്താതെ സിനിമ ഓടിച്ചിട്ടുള്ള ഒരു ഹീറോയിനൊക്കെയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പ്രൊഡ്യൂസേഴ്സ് എത്ര പേര്,
ഇന്നാണല്ലോ പ്രൊഡ്യൂസേഴ്സിന് കുറച്ചുകൂടെ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനെങ്കിലും എത്തിയത്. നമുക്ക് പല അവന്യൂസ് ഉണ്ട്. ഇപ്പോൾ സാറ്റലൈറ്റ് വിൽക്കാം, OTT പോവാം, ഓവർസീസ് പോവാം, ഓഡിയോ റൈറ്റ്സ് പോവാം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് എവിടെന്നെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സിനിമയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും, മൊത്തം പോവില്ല. പണ്ട് അങ്ങനെയല്ലല്ലോ, ഒരു സിനിമ എടുക്കണമെങ്കിൽ ആകെ കൂടെ ഒരു റവന്യൂ ഉള്ളൂ. ഓഡിയോയിൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും, ബാക്കിയുള്ള റവന്യൂ എന്ന് പറയുന്നത് പ്യുവർലി തിയേറ്ററിൽ നിന്നാണ്. തിയേറ്ററിൽ വാഷ് ഔട്ടായാൽ എല്ലാം തീർന്നു. പണ്ട് ഇതുപോലെ ഫൈനാൻസ് എടുക്കുക അങ്ങനത്തെ പരിപാടികളും ഇല്ലല്ലോ. കുടുംബം പണയപ്പെടുത്തി അവരുടെ സ്വത്ത് പണയം വെച്ചിട്ട്, അല്ല വീട് പോലും പണയം വെച്ചിട്ടായിരിക്കും റിസ്ക് എടുക്കുന്നത്. പിന്നെ ഈ കടങ്ങൾ കയറിയിട്ട് പലിശക്ക് എടുത്തിട്ട് കടങ്ങൾ കയറി കഴിഞ്ഞാൽ ആകെ കൂടെ ചെയ്യാൻ പറ്റുന്നത് വീട് വിൽക്കുക, താമസിക്കുന്ന സ്ഥലം വിൽക്കുക, എന്നിട്ട് ഏതെങ്കിലും വാടക വീട്ടിലേക്ക് മാറുക. അങ്ങനെ എത്ര നശിച്ചു, എത്ര മനുഷ്യന്മാർ. ഇത്രയും കഥകൾ ഉണ്ടായിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് സിനിമയെ അത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള കാരണം? സിനിമയുടെ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട് വിജയ്. സിനിമ എത്ര നമുക്ക് ടോർച്ചറസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാലും സിനിമയുടെ ഒരു ബഗ് കയറിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ എസ്കേപ്പ് ഒന്നുമില്ല. അഡിക്ഷനാണ് സിനിമ, ഒരു ഭയങ്കര അഡിക്ഷനാണ്. ലാൽജോ സാർ പറഞ്ഞിട്ടുണ്ടോ, ഒരു നേരം അവിടുന്ന് ഫുഡ് കഴിച്ചാൽ പിന്നെ അവിടുന്ന് പിന്നെ കഴിക്കൂ എന്നുള്ളൊരു സാധനം പറഞ്ഞൊരു. അതിൻ്റെ ഒരു മാജിക് ഉണ്ടല്ലോ, ആ മാജിക്കിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. അത് നമ്മളിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അത് നല്ല രീതിയിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അല്ലാത്ത ആൾക്കാർ ഇല്ലാണ്ടായി പോകും. അതിനൊരു സ്മാർട്ട് വർക്ക് ആവശ്യമാണോ സിനിമയിൽ അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ? ഡെഫിനറ്റ്ലി സ്മാർട്ട് വർക്ക് ഇല്ലാണ്ട് സിനിമയിൽ നിൽക്കാൻ പറ്റില്ല. അതിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സർക്കിൾ, ചുറ്റുപാട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘടകം ഉണ്ടോ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ യെസ് പറയണം, എവിടെ നോ പറയണം, ആരുടെ കൂടെ നമ്മൾ നിൽക്കണം, ആരുടെ കൂടെ നമ്മൾ നിൽക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ പാളിച്ചു വരുന്നവരാണോ സിനിമയിൽ താഴേക്കും അല്ലെങ്കിൽ നിലനിൽക്കാതെ പോകുന്നത്? ഇതിൽ പാളിച്ചു വരുന്നവരുണ്ടാവാം, പറ്റിക്കപ്പെടുന്നവരുണ്ടാവാം. ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള മനുഷ്യന്മാർ ബാക്കി ആൾക്കാരെ ട്രസ്റ്റ് ചെയ്തിട്ട് പറ്റിക്കപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷമൊക്കെ സിനിമയിൽ ട്രൈ ചെയ്യും, 15 വർഷമൊക്കെ സിനിമയിൽ ട്രൈ ചെയ്യും, അവർക്കൊന്നും ആവാൻ പറ്റില്ല. പിന്നെ തിരിച്ചു വരും. ആ തിരിച്ചു വരുമ്പോഴേക്കും ആ 15 വർഷം പോയി. ചിലപ്പോൾ പറയാൻ പറ്റില്ല, 1 വർഷം കൂടെ അവർ നിന്നാൽ അവരാഗ്രഹിക്കുന്ന ഒരു ബ്രേക്ക് അവർക്ക് കിട്ടിയെന്ന് വരാം. പക്ഷെ അറിയില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടുമല്ലോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതാണ് സിനിമ. എപ്പോൾ വേണമെങ്കിലും ആരുടെയും ലൈഫ് സിനിമയ്ക്ക് മാറ്റാനും പറ്റും, ഒന്നും അല്ലാണ്ടാക്കാനും പറ്റും. എനിക്ക് തോന്നുന്നു അത്ര ഇൻവോൾവ് ആണ്. ഇങ്ങനെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ കണ്ണിൽ ഇങ്ങനെ ആ ഒരു തിളക്കം ശരിക്കും നോക്കുന്നത്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും നടന്ന ഒരു കാലഘട്ടത്തില് എനിക്കറിയാം. എൻ്റെ വീട്ടിലൊക്കെ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ 90s ഇപ്പൊ ഞാൻ കല്യാണ സമയത്ത് പോലും, എനിക്കൊരു കല്യാണ സമയത്ത് വരുമ്പോൾ അവരുടെ എല്ലാം സിനിമാക്കാരെന്ന് പറയുമ്പോൾ പഴയ രീതിയിലുള്ള സിനിമകൾ എടുക്കുമല്ലോ. അപ്പം ഒരു തിയേറ്ററിലെ റവന്യൂ വന്നാൽ മാത്രമേ പോകത്തുള്ളൂ. പക്ഷെ അവരുടെ പേടി, കാരണം അവരുടെ കൂട്ടുകാർ തന്നെ ഇതേപോലെ പടം എടുത്ത് കുറെ ലോസ് ഉണ്ടായിട്ട് പോയിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ കുറേ സ്റ്റോറീസ് കേട്ടിട്ടുമുണ്ട്. അവരെടുത്ത റിസ്ക് എല്ലാം ആലോചിക്കുമ്പം പിന്നെ അവർക്കെല്ലാം അന്ന് ഒരു പടം എടുത്തിട്ട് പിന്നെ നിർത്തത്തില്ല, ഈ ലോസ് പിടിക്കാൻ വേണ്ടി അടുത്ത പോയിട്ടുണ്ട്. അങ്ങനെ ഇതില് ഒന്നുമില്ലാതായി കുറേ പേര് പോയിട്ടുണ്ട്. ആക്ച്വലി 90s ഒരു സൂപ്പർ ഹിറ്റ് പടം, ഒരു പടമല്ല 2-3 പടങ്ങൾ ചെയ്തിട്ട് 90s നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സൂപ്പർ ഹിറ്റ് പടം ചെയ്തൊരു ഡയറക്ടർ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ എന്നോട് ചോദിച്ചു, ഇനി ഇതൊരു 500 എടുക്കാനുണ്ടാവുമെന്ന് ചോദിച്ചു, വളരെ കാഷ്വലായിട്ട്. അപ്പോൾ ഞാൻ ഉണ്ട് ചേട്ടാ, അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അദ്ദേഹം കാഷ്വലായിട്ടാണ് ചോദിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് നമുക്കറിയുന്ന കാര്യമാണ്. അതുപോലെ KG ജോർജ് സാറിൻ്റെയൊക്കെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാൾ 100 രൂപ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട്. അപ്പം ഇങ്ങനെ നമ്മൾ കാണുന്ന കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ എനിക്കറിയുന്ന ശ്രീകാന്ത് മുരളിയില്ലേ, ശ്രീകാന്ത് ഏട്ടൻ ഒരു തവണ എന്നോട് പറഞ്ഞതാ, AVM സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് നടക്കുമ്പോൾ ഇവർ പല സിനിമയുടെയും ഡബ്ബിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് സ്റ്റുഡിയോൻ്റെ വെളിയിൽ ഒരു ചേട്ടൻ വന്നിരിക്കും അത്രേ. പുള്ളി ഒരു പേപ്പറുമായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ പുള്ളി ഈ പേപ്പർ എടുത്ത് കൊടുക്കും. പേപ്പർ പുള്ളി മേടിച്ച പേപ്പറാണ്, ഈ പേപ്പർ എടുത്ത് കൊടുക്കും. ഇവർ പേപ്പർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പുള്ളി ടീ സാപ്പിടെ ഏതാത് ഇരിക്കുമോ കേട്ടാ എന്ന് പറയുമ്പോൾ ഇവരൊരു 10 രൂപ 20 രൂപ കൊടുക്കും. അതിനുവേണ്ടി 2 രൂപയുടെ പേപ്പറും വാങ്ങിച്ചിട്ട് പുള്ളി അവിടെ പോയിരിക്കും. കമ്മ്യൂണിക്കേഷൻ സംസാരിച്ച് തുടങ്ങാൻ പോയിട്ട് കാശ് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ സിനിമയിൽ വന്ന് ഒന്നും ആവാതെ പോകുന്ന ആൾക്കാരാണ്. ഞാൻ രാജാ സാറിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് പ്രസാദിൽ പോകുന്ന സമയത്ത് പുറത്തിങ്ങനെ കുറേ വയസ്സായ ആൾക്കാർ വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ആകെ അറിയേണ്ടത് ഇന്നാരാ പാടിയത്, ഇന്നാരാ റെക്കോർഡ് ചെയ്തത്. അവർക്ക് അതൊക്കെ അറിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോയാൽ മതി.
അപ്പോൾ ഏതെങ്കിലും കാലത്ത് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയ ആൾക്കാരായിരിക്കും. ഇപ്പോൾ അവർക്ക് എവിടെയും പോകാനില്ല, അവർക്ക് ജോലിയില്ല. ഈ സിനിമയുടെ കഥ പറയാന്ന് പറയുന്നത് കുറച്ചുകൂടെ റിസ്ക്കാണ്. കാരണം നോർമൽ നമുക്കൊരു കഥ പറയുന്നതും ഇത് ബിൽഡപ്പ് ചെയ്ത് വരുന്നതും കണ്ടൊരിടത്തോളം ശ്രീനിവാസ് സാർ തന്നെ ആദ്യം ഉദയനാണ് താരത്തിൽ മോഹൻലാലിനെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട്, വളരെ കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നാം, എന്നാൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ് അത് പറഞ്ഞു പോയത്. ഇതിൽ പ്രണവിനെ എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് സംവിധായകൻ? ഇതിൽ ഇവരുടെ ഒരു ക്യാരക്ടറിൻ്റെ 70s തൊട്ടുള്ള ഒരു ജേണി ഉണ്ട്. അപ്പോൾ അത് പല പല കാലത്ത് പല രീതിയിലാണല്ലോ മനുഷ്യന്മാർ ബിഹേവ് ചെയ്യുക, പല അവസ്ഥയിൽ പല. അപ്പോൾ ആ രീതിയിൽ ഒരു ഇമോഷണൽ ആർക്ക് നന്നായിട്ട് പെർഫോമൻസിൻ്റെ ഒരു ഡെപ്തും കാര്യമൊക്കെ. ഇമോഷൻസ് ആണോ കൂടുതലും ഈ സിനിമയെ പിടിച്ചു നിർത്തുന്നത്? എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരാൾ ജീവിക്കുന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആഘോഷിക്കുന്ന സമയങ്ങളുണ്ടാവും, അയാൾ ഭയങ്കര പൊട്ടിച്ചിരിച്ച് സുഹൃത്തുക്കളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയമുണ്ടാവും, അയാൾ ഒന്നും അല്ലാതായിത്തീരുന്ന സമയമുണ്ടാവും, ചിലപ്പോൾ അയാൾക്ക് പിന്നീട് വീണ്ടും ഒരു സക്സസ് ആവുന്നൊരു സമയമുണ്ടാവും. ഇങ്ങനെ പല മൊമെൻറ്റ്സും ഈ പടത്തിൽ വന്നു പോകുന്നുണ്ട്. വിനീതിന് ഏത് പടത്തിനും ഒരു തുടക്കം ഉണ്ടാവും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹൃദയമാണെങ്കിൽ ഒരു ഡയറിയിലോ എന്തോ ഒരു കഥയിലൊരു വരിയായിരുന്നു, അങ്ങനെ എല്ലാ പടത്തിലും. ഈ പടത്തിൻ്റെ തുടക്കം എന്തായിരുന്നു? ഉദയനാണ് താരം റിലീസായപ്പോൾ ഞാനിങ്ങനെ ഇതുപോലൊരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അന്നേ ചിന്തയുണ്ടായിരുന്നു ആ പാട്ട് പാടാനൊക്കെ പോയ സമയത്തും? എനിക്ക് 17 വയസ്സ് തൊട്ട് ഞാൻ സംവിധായകനാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഉദയനാണ് താരത്തിൻ്റെ പ്രോസസ്സ് ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ട് അടുത്ത് കണ്ടിട്ടുണ്ട് വിജയ്. അതായത് റോഷൻ ചേട്ടൻ അച്ഛൻ്റെ അടുത്ത് കഥ വന്ന് പറയുന്നത് അശോക് നഗറിലെ ഈരാളി അങ്കിളിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ ഏലിയാസ് ഈരാളി പേര് കേട്ടിട്ടുണ്ടാവും. എല്ലാ സിനിമക്കാരും ഒരു കാലത്ത് വന്ന് ഈരാളി അങ്കിളിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പുതിയ ആൾക്കാരുടെ കഥ കേട്ട് മടുത്തു, എത്ര സമയമാണ് പോകുന്നത്, നാളെ ഒരുത്തം വരുന്നുണ്ട്, റോഷൻ ആൻഡ്രൂസ് എന്തോആണ് പേര്, അവൻ ഡിസംബറിലെ അതിഥി എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടീനെ വെച്ച് എന്തോ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താവും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് റോഷൻ ചേട്ടനെ പറ്റിയിട്ട്. അടുത്ത ദിവസം റോഷൻ ചേട്ടൻ വന്ന് കഥ പറഞ്ഞിട്ട് കഥ കേട്ടിട്ട് അച്ഛനിങ്ങനെ റൂമിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര കണ്ണിലിങ്ങനെ തിളങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ കഥ കേട്ടോന്ന് ചോദിച്ചു. കേട്ടു, അവൻ കൊള്ളാം. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അവൻ്റെ കഥ ഗംഭീരമാണ്, അത് ഞാൻ എഴുതണമെന്ന് അവൻ പറയുന്നത് എന്നിട്ട് അച്ഛൻ ഐഡിയ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞേനെ, അവിടെ ഉള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഫുൾ ഐഡിയ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ഒരു സിനിമ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അവന് ഒരു സാധനമുണ്ട്, സ്പാർക്ക്. പക്ഷേ ഞാനിത് എഴുതാൻ നിന്ന ഞാൻ പറഞ്ഞു, അച്ഛൻ പുതിയ ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ലേ, ഇത് ചിലപ്പോൾ ഒരു വലിയ ഫിലിം മേക്കർ ആയാലോ പുള്ളി, അപ്പോൾ അച്ഛന് ട്രൈ ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിൽ നിന്ന് തിരിച്ചു പോയി. അതാണ് ആ സമയം തൊട്ട് ഈ ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രോസസ്സ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ചില സീനുകളൊക്കെ അച്ഛൻ വീട്ടിലിരുന്ന് എഴുതിയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ അതിൻ്റെ പേപ്പർ അവിടെ ഉണ്ടാവും, ഞാനെടുത്ത് വായിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇൻ്റർവൽ ബ്ലോക്കിന് തൊട്ട് മുമ്പുള്ള സീനൊക്കെ ഞാൻ വായിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങി അവിടെയുള്ള ആനന്ദ് തിയേറ്ററിൽ പാക്ഡ് ഹൗസിൽ ആ പടം കാണുന്നത് വരെ ആ പടത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് അത് ഭയങ്കരമായിട്ട് ഒരു എന്നെ എഫക്റ്റ് ചെയ്തൊരു സിനിമയാണ് അത്. അപ്പോൾ ഞാൻ അന്ന് ആലോചിച്ചാണ്, ഇതുപോലൊരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുമോ, സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന പോലത്തെ ഒരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള. അന്ന് തൊട്ട് ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ട്. 2 കൂട്ടുകാർ മദിരാശിയിലേക്ക്, ഉദയനാണ് താരം ആ കാലഘട്ടത്തിൻ്റെ ആണല്ലോ. അപ്പം ഞാൻ അന്ന് ആലോചിച്ചത് ഇതിനേക്കാളും വലിയ സ്ട്രഗിളാണല്ലോ 60കളിലും 70കളിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക്. ആക്സസ് ചെയ്യാൻ പോലും പറ്റില്ലല്ലോ പലതും, വലിയ ഗേറ്റ് അല്ലേ എല്ലാ സ്റ്റുഡിയോ, അകത്തോട്ട് പോലും കയറ്റില്ലല്ലോ. ഇപ്പം എന്താ, നേരെ എവിടെ വന്നാലും ആരെ വേണമെങ്കിലും കാണാനുള്ള സൗകര്യം. അതെ, ആരും കാണുപോലും വേണ്ട, ഇൻസ്റ്റയിൽ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇരിക്കുന്നിടത്ത് നിന്ന് ആള് കാണുമല്ലോ, പിന്നെ നേരെ DM വരുമല്ലോ, പ്ലീസ് കം ഫോർ ദി ഓഡിഷൻ. അത്ര എളുപ്പമില്ലേ. അപ്പോൾ പണ്ടങ്ങനെയല്ലല്ലോ, അടച്ചിട്ട കുറേ വാതിലുകളുണ്ടാവും, ഇതൊന്നും ഒരു മനുഷ്യന് തുറന്ന് കയറാൻ പറ്റില്ല. അപ്പോൾ ആ കാലം തൊട്ടുള്ള കഥ പറഞ്ഞാലോ എന്നുള്ളത് അന്നാണ് മൈൻഡിൽ വരുന്നത്. ഈ മദ്രാസിൻ്റെയും ചെന്നൈയുടെയും കാര്യം പറഞ്ഞതുകൊണ്ടൊരു ചോദിച്ചോട്ടെ, അതൊരു ക്ലാരിറ്റിയാണ് വേണ്ടത് ശരിക്കും. ഒരു പക്ഷേ ഞാൻ വിനീറിൻ്റെ പടം എടുത്തു കഴിഞ്ഞാൽ 1-2 സിനിമകളിൽ മാത്രമാണ് ശരിക്കും ചെന്നൈ പ്രിഫർ ചെയ്തിരിക്കുന്നതും അതിനെക്കുറിച്ച് കഥ പറഞ്ഞു പോയതും. പക്ഷേ പർപ്പസ്ഫുള്ളി ട്രോളുകൾ വരികയും ഇത് ചെന്നൈ
പറഞ്ഞ ട്രോള് വായിച്ചിരുമ്പോഴാണ് നമ്മൾ ഈ പുള്ളി എല്ലാം ചെന്നൈയെ കുറിച്ചാണോ ചെയ്യുന്നതെന്നൊരു തോന്നല്. പക്ഷേ രണ്ടോ മൂന്നോ സിനിമകളിൽ മാത്രമാണ് ചെന്നൈ എടുത്തു പറഞ്ഞു പോയത്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു പ്രസ്താവനയോട് എങ്ങനെയാ പ്രതികരിക്കുന്നത്? എനിക്കൊരു കുഴപ്പമില്ല വിജയ്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഓരോ ട്രോളും ഓരോ മെഡലാണ്. ഈയിടെയായിട്ട് കുറച്ച് മെഡൽ കൂടുന്നുണ്ടോ? വല്ലാണ്ട് കൂടുന്നുണ്ട്. മെഡലിന്റെ ഭാരം കൊണ്ട് നടക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ നന്നാവൂല, ഞാൻ ഇനിയും വരും. ഇനിയും ഞാൻ ഇനി ചിലപ്പോ അവിടുന്ന് ചിലപ്പോ നോമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പത്മശ്രീക്ക്. വർഷങ്ങൾക്ക് ശേഷം ആയപ്പോ തന്നെ ആൾക്കാർ വിട്ട് ഇവനോട് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും വരും മദിരാശി കഥയും കൊണ്ട്. ഇപ്രാവശ്യം ചെന്നൈ എന്നുള്ളത് മാറ്റി മദിരാശി. വെറൈറ്റി ഉണ്ട്. വേറെ ഒരു സാധനമില്ല, സാമ്പാർ സാധനം ഉണ്ടാവും. ഇതൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. സാമ്പാർ സാധം ഇല്ല കേട്ടോ, ഇപ്രാവശ്യം ഇല്ല. പർപ്പസ് അത് ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. വേറൊരു ഡിഷിലേക്ക് കടന്നു. ചേഞ്ച് വേണം, അത്ര ചേഞ്ച് അല്ലേ വേണ്ടത്, നമുക്ക് കൊടുക്കാതെ. ഈ അതുപോലെ പറയുന്നതാണ് വിനിതേട്ടൻ തീരെ മാറ്റി വെച്ചാൽ ഒരു സേഫ് സോണിലുള്ള ഒരു സംവിധായകൻ കൂടിയാണ് എന്ന് പറയുന്ന ഒരു കാര്യവും. ശരിക്കും അങ്ങനെ സേഫ് സോൺ ചൂസ് ചെയ്യാറുണ്ടോ? സേഫ് സോൺ എന്നുള്ളതിനേക്കാളും ലൈറ്റായിട്ടുള്ള സിനിമ എന്തായാലും നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സിനിമയാണ്. അപ്പോൾ ഒരു 2.5 കൊല്ലമൊക്കെ നമ്മളൊരു സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ആ സിനിമയുടെ മൂഡ് എന്താണോ അതായിരിക്കും നമ്മുടെ മൂഡ്. അപ്പം നമ്മുടെ ലൈഫിനെ അത് ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യും. എനിക്കിങ്ങനെ ഡിറ്റാച്ച് ചെയ്തിട്ട് ധ്യാനം പറയുന്ന പോലെ ഒരു സിനിമ ചെയ്യുക, ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുക, അത് ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ എനിക്കത് നടക്കുകയില്ല. ഞാൻ ഈ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ട് തലപ്രാന്ത് പിടിച്ചിട്ട് ഉറക്കത്തിലും എനിക്കത് ഭയങ്കര ഹാങ് ഓവറുള്ള ആളാണ് ഞാൻ. അപ്പം ഞാൻ പ്ലസൻ്റ് ആയിട്ടുള്ള സിനിമയല്ല ആലോചിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് തന്നെ വല്ലാണ്ടായി പോകും. അങ്ങനെ എഫക്റ്റഡ് ആവുന്ന ഡയറക്ടേഴ്സും ഉണ്ട്. അങ്ങേയറ്റം ഡാർക്കായിട്ടുള്ള സ്പേസിൽ സിനിമ പോകുമ്പോൾ ഭയങ്കരമായിട്ട് അവർക്ക് പേഴ്സണൽ ലൈഫിലൊക്കെ ഭയങ്കര പ്രശ്നം വരും. അങ്ങനെ പ്രശ്നം വന്ന് ഡിവോഴ്സായ ആൾക്കാരുണ്ട്. അത് എഫക്റ്റ് ചെയ്യും. ഇതങ്ങനെ നമുക്ക് മനുഷ്യനല്ലേ, സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും നടക്കില്ല. ചില ആൾക്കാരത് ഭംഗിയായിട്ട് ചെയ്യും. വരുമ്പോൾ അവിടെ കളഞ്ഞിട്ട് വരിക എന്നുള്ളൊരു ആക്ടിങ്ങിൽ അത് കുറച്ചുകൂടി എളുപ്പമാണ് വിജയ്. ഡയറക്ഷനിൽ എഴുത്തും ഡയറക്ഷനും കൂടി ഉള്ളതുകൊണ്ടാണ്. ഇപ്പം ഡയറക്ഷൻ മാത്രമാണെങ്കിൽ വേറൊരാളെ എനിക്ക് വേണ്ടിയിട്ട് ആലോചിക്കുന്നത്, അയാൾക്കും കുഴപ്പമില്ല, അയാൾക്ക് എഴുതിയാൽ മാത്രം മതി. ഇത് രണ്ടും നമ്മൾ ചെയ്യുമ്പോൾ, എഴുത്തും ഡയറക്ഷനും നമ്മൾ ചെയ്യുമ്പോൾ ടോട്ടലി ഇതിനകത്തായിരിക്കും നമ്മൾ. അപ്പം നമ്മൾ എന്ത് സിനിമ ചെയ്യുന്നോ ആ മൂഡായിരിക്കും. ഇപ്പം ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഹാഫ് ദുബായിൽ നിന്നാണ് എഴുതുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഗ്രെഗ് ഉണ്ടല്ലോ, ജേക്കബിൻ്റെ സ്വർഗരാജയൊക്കെ, അപ്പോൾ ഇവൻ ഡെയിലി രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നെ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഇവൻ പറഞ്ഞിട്ടാണ് ഞാനത് നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവൻ എന്നോട് പറഞ്ഞു, ഇന്നെന്താ ഭയങ്കര വിഷമത്തിലിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല ഇന്നലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇന്നലെ അപ്പുവിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സ്പേസിലായിരുന്നു, ഇന്ന് ഭയങ്കര മോശമായിട്ടുള്ള സ്പേസിലാണ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവനോടൊന്നും മിണ്ടുന്നില്ല. അത് കണ്ടിട്ട് ഇവൻ ചോദിച്ചതാണ്. അപ്പോൾ കഥാപാത്രങ്ങളോടൊപ്പം ഉള്ളൊരു ജീവിതം അത് ഇച്ചിരി ടഫാണ്. അതുകൊണ്ടാണ് സേഫ് സോണിനേക്കാളും ലൈഫും കൂടെ ഒരു സമാധാനത്തിൽ കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങളൊരു ഹൊറർ പടം ചെയ്യില്ല. ഹൊറർ പടമൊന്നും ചെയ്യില്ല. ഹൊറർ എനിക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ഇല്ല. എനിക്ക് എൻ്റെ ജോണറല്ല. ഓക്കെ. പക്ഷെ ത്രില്ലർ, ആക്ഷൻ അതൊക്കെ എനിക്കിഷ്ടമുള്ള ഏരിയ. അതൊരു ഞെട്ടിക്കുന്ന വാർത്തയായിരിക്കും. വിനീത് ശ്രീനിവാസൻ ഒരു ആക്ഷൻ പടം, ആ ടൈറ്റിൽ എങ്ങനെ എഴുതുമെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു. ഞാൻ എഴുതി കാണിച്ചുതരാം. സംഭവിക്കുമോ? അത് ത്രില്ലറും ആക്ഷനൊക്കെ ചെയ്യണമെന്നുണ്ട്. ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമ റിലീസ് ആവാൻ വേണ്ടി പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ സിനിമകളും, ഈ പറഞ്ഞല്ലോ തൊട്ടു മുമ്പുള്ള എല്ലാ സിനിമകളും 100 എന്ന് പറയുന്ന വലിയൊരു മാജിക് നമ്പറിലേക്കൊക്കെ എത്തി നിന്നു. പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വിജയമായി. ഇത് എത്രത്തോളം സാധ്യതയുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ? വർഷങ്ങൾക്ക് ഞാൻ വിനീത സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ തിയേറ്റർ ഇൻഡസ്ട്രി നോക്കിയാൽ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് ആണല്ലോ ഈ ഫെബ്രുവരി നടന്നിരിക്കുന്നത്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം 4ാമത്തെ ഹിറ്റാണ് ആടുജീവിതം കൂടെ വന്നപ്പോൾ. അപ്പൊ അത് കഴിഞ്ഞ ഈ 4 നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലെ പടം കാരണമാണ് ഇപ്പൊ വെളിയിൽ ചെന്നൈ ആണെങ്കിലും ബാംഗ്ലൂർ തിയേറ്റേഴ്സിലെ ഫില്ലായത്. അവർക്കൊരു പടങ്ങൾ ഇല്ലായിരുന്നു ഈ കഴിഞ്ഞ 2 months ആയിട്ട്. അപ്പം ഇപ്പൊ ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ പടത്തിന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി വെളിയിൽ നിന്ന് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. തമിഴ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ലീഡിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇതൊന്നും മുമ്പില്ലാത്ത കാര്യമാണ് വിജയ്. അതൊരു ഭയങ്കര അച്ചീവ്മെന്റ് ആണല്ലോ നമുക്ക്. ഒരു പ്രൊഡ്യൂസർ എന്നല്ലേ സമാധാനം. ഇപ്പൊ സമാധാനം നമ്മൾ പ്രൗഡാണ്. കാരണം നമ്മുടെ തന്നെ ലാസ്റ്റ് ഇപ്പം മൂവി തന്നെ ചെന്നൈയിൽ നന്നായിട്ട് പോയിരുന്നു. അപ്പൊ ഇത് കൂടെ ഒരു അഡീഷണൽ കഴിഞ്ഞ ഒരു 4 movies അറ്റ് എ ടൈം ബാക്ക് ടു ബാക്ക് ഹിറ്റ് എന്ന് പറയുന്നത്
അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ പടങ്ങളെല്ലാം വരണം എന്ന് പറയുമ്പോൾ ഭയങ്കര കാര്യമാണല്ലോ. അപ്പൊ എവിടെ പോയാലും നമുക്ക് പറയാം മലയാളിയിടാ, നമുക്ക് കൊണ്ടുവിടാ പടങ്ങൾ. അത് ശ്രദ്ധിച്ചു. പക്ഷേ ഞാനൊക്കെ പുറത്ത് ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ഈ മഞ്ഞുമ്മൽ ബോയ്സ് ഒക്കെ ഫുൾ തമിഴന്മാരുടെ ഇടയിൽ നിന്നാണ് കാണുന്നത്. സൗബിനൊക്കെ വരുമ്പോൾ ഫുൾ കയ്യടിയാണ്. ഇതൊക്കെ ഞാൻ ആദ്യം കാണുകയാണ്. ഒരു ഫുൾ വേറൊരു ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരല്ലേ നമ്മുടെ. എന്നിട്ട് എൻ്റെ ഫ്രണ്ടിലുള്ള പയ്യന്മാരുണ്ടായിരുന്നു, എന്തെങ്കിലും ഡയലോഗ് മനസ്സിലായില്ലെങ്കിൽ ഡേ എന്നടാ சொல்றான் പറയുമ്പോൾ ഇവൻ പറഞ്ഞു കൊടുക്കും, ചിരിക്കാണ്. ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, മറ്റേ ലൂസ് അടിക്കടാന്ന് പറയുമ്പോൾ ഫുൾ കയ്യടിയാണ്. അതൊരു ഭാഗ്യമാണ്. പിന്നെ നമുക്കത് പ്രൗഡ് മൊമെന്റ് ആണല്ലോ. ഇപ്പൊ കേരള സ്ക്രീൻസിൽ ഫുൾ ആവണത് ഓക്കെ, ഒരു പടം കൊള്ളാൻ. അറ്റ് ദ സെയിം ടൈം ഒരു മലയാള പടം കേരളത്തിലെ കാട്ടിലും കളക്ഷൻ ചെന്നൈയിൽ പോയിട്ട് അവിടെ തകർത്ത് ഓടുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ലല്ലോ. ഉറപ്പായിട്ടും. ഇപ്പൊ ഈ ആടുജീവിതം പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം എന്നും കൂടി പറയട്ടെ, അടുപ്പിച്ച് ഹിറ്റുകൾ മലയാളത്തിൽ എന്നിട്ട് നമുക്ക് ഇരിക്കാം വിശദമായിട്ട് സിനിമയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. അന്ന് കുറച്ച് കഥകൾ കുറെ അധികം പറയണം. അന്ന് ഹൈപ്പ് ചെയ്യാം. എന്തായാലും വീണ്ടും കാണാം അടുത്ത പടമായിട്ട്. താങ്ക് യു.